ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ബലഹീനരായ ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ സമയം ഒരുക്കിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23യുടെ 6ാം സ്റ്റേജിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മക്കൾ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിൽ പങ്കെടുക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ എൻ്റെ കാവൽക്കാരനായിരിക്കണമേ. എല്ലാം കൃത്യമായി കർത്താവ് റെക്കോർഡ് ചെയ്യുവാനും സംരക്ഷിക്കാനും സഹായിക്കണമേ. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ നാം മഹത്വപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹിമ ലോകത്ത് വിളംബരം ചെയ്യുവാനും ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴയിലും അങ്ങയിലുമായി കൊണ്ട് ഈ ശുശ്രൂഷ സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണ്. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ലോകമെമ്പാടും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ഈ 6ാം സ്റ്റേജിൻ്റെ ആരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ 6ാം സ്റ്റേജിൻ്റെ പ്രഥമ എപ്പിസോഡിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും തയ്യാറാണോ? സംശയങ്ങളുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. സംശയം എനിക്കാണ്. റൈറ്റ്. നമ്മുടെ ഘടനയ്ക്ക് നേരിയ വ്യത്യാസങ്ങളുണ്ടാവും ആസ് വി പ്രോഗ്രസ്. കാരണം നമ്മളൊരു പർവ്വതം കയറാൻ പോകുമ്പോൾ താഴെ നിന്ന് കയറാൻ തുടങ്ങുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. മുകളിലേക്ക് കയറുമ്പോഴാണ് പ്രയാസങ്ങൾ കൂടുന്നത്. കാരണം ശ്വാസോച്ഛ്വാസത്തിന് ഒരുപാട് പ്രയാസമുണ്ടാകും, ഓക്സിജൻ ഒരുപാട് കുറയും. അപ്പോൾ എവറസ്റ്റ് കയറാൻ ചുണയോടെ പോകുന്നവർ ഒരു 6000-7000 ഒക്കെ അടിയാകുമ്പോഴത്തേക്കും മുൻപോട്ട് കയറാൻ കഴിയാതെ പോകും. പിന്നെ അത് കാരണം മുകളിലോട്ട് കയറുന്നതോറും എന്ത് കുറയും? ഓക്സിജൻ കുറയും. എന്നാൽ ചൂട് അങ്ങനെ കുറയ്ക്കത്തില്ല ഞാൻ പറയുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും കൂടുതൽ അല്പം കൂടെ പ്രയാസമുള്ള ഘടനയായിരിക്കും നമ്മുടെ മത്സരത്തിന് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല. മാർക്സ് എല്ലാം മോർ ഓർ ലെസ് സെയിം ഓൾമോസ്റ്റ്. ആദ്യം നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം, അങ്ങനെ 3 ചോദ്യങ്ങൾ. ശരിയായ ഉത്തരങ്ങൾക്ക് 5 മാർക്ക്, നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ തെറ്റായ ഉത്തരങ്ങൾക്ക് -1 മാർക്ക്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് ബീന ജോസഫിൽ നിന്ന് ആരംഭിക്കും. റൈറ്റ്. സെക്കൻഡ് റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് ജിൻസി ജേവിയിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. സെയിം പ്രിൻസിപ്പിൾസ്. റൈറ്റ്. മൂന്നാമത്തത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് അഗെയിൻ ഓൺ ദ സെയിം പ്രിൻസിപ്പിൾസ്. അത് ആരംഭിക്കുന്നത് ബിബിൻ കെ മാത്യുവിൽ നിന്നാണ്. റൈറ്റ്. 3 questions, 1 question each. ഓൾറൈറ്റ്. യെസ്. ബൈബിൾ ബമ്പർ റൗണ്ടിലാണ് ഞാനൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഫോർ ദ സ്കോർ കീപ്പേഴ്സ് ഓൾസോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മത്സരത്തിൽ ബൈബിൾ ബമ്പർ റൗണ്ടിന് മാർക്ക് അല്പം കൂട്ടി. അപ്പോൾ ഈ ബൈബിൾ ബമ്പർ റൗണ്ട് മാത്രം ആശ്രയിച്ച് വന്ന് മേപ്പോട്ട് കയറിപ്പോയവർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ചില പ്രയാസങ്ങളുള്ളത്. ചിലർക്ക് ഇതങ്ങോട്ട് പ്രസ് ചെയ്യാൻ പ്രായാധിക്യം മൂലവും ആർത്രൈസിൻ്റെ പ്രശ്നം മൂലമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായെന്നുള്ളത് ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു തെറ്റാണെന്നും ഇത് തെറ്റെന്ന് പറയുമ്പോൾ 100% ഒരു നീതിയല്ലെന്ന് എനിക്ക് തോന്നി. ശരിയാണോ ബിബിൻ? ശരിയാണ്. ശരിയാണ്. അതാ
ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയ അനുസരിച്ച് ഞാൻ ഓരോ കാര്യം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചിലരുടെ കൈക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും ഞാൻ കണക്കാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ രാജയോട് പോലും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ രാത്രി ഒരു തീരുമാനമെടുത്തു. ബൈബിൾ ബമ്പർ റൗണ്ടിലെ ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വീതമേ ഉള്ളൂ. അതുകൊണ്ടാരും മറ്റവരെ ഓവറായിട്ട് ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം 2 മാർക്ക് വീതം 5 ക്വസ്റ്റ്യൻസ്. സന്തോഷമാണോ? ബിബിന് സന്തോഷമാണോ? ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. പ്രത്യേകിച്ച് സന്തോഷമില്ല. സുഖദുഃഖ സമഫലം അല്ലേ? ഓൾറൈറ്റ്. സന്തോഷമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് 2 മാർക്ക് വെച്ച് പോകാം അല്ലേ? അപ്പോൾ ആർക്കും ഒരു പരാതിയില്ലല്ലോ. കൈക്ക് വേദന ഉള്ളവരും കൈ ഞെക്കി അത് പൊട്ടുമെന്ന് വിചാരിച്ച് ഞെക്കാവുന്നവരുണ്ട്. അങ്ങനെ പലവിധ ആർഗ്യുമെൻറ്റ്സാണ് വരുന്നത്. അമർത്തി ഞെക്കിയാൽ കണ്ടത് പൊട്ടിപ്പോയെങ്കിൽ പിന്നെ അതിന് പ്രശ്നം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസമാണ്. അപ്പോൾ ഇത് ഒരു പ്രശ്നവും വേണ്ട. പോയാൽ എത്ര പോവും? 2 മാർക്ക്. കിട്ടിയാൽ 2 മാർക്ക്, പോയാൽ 1 മാർക്കേ പോവുള്ളൂ. ജിൻസി ഹാപ്പിയാണോ? ഓൾറൈറ്റ്. സോ ദർ ഇസ് എ സ്മോൾ ചേഞ്ച് ലൈക്ക് ദാറ്റ്. 2 marks each for the Bible bumper round, 5 questions, right? So ഒരു വിധി നിർണായകമായ റൗണ്ടായിട്ട് അതിനെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിമേ പോലുള്ള സ്റ്റേജിൽ. അടുത്തായിട്ട് ബൈബിൾ മ്യൂസിക് റൗണ്ടാണ്. സംഗീതത്തിൽ ഉള്ള അവഗാധമായ നോളജ് അല്ല ഇതിനകത്ത് ചോദിക്കുന്നത്. സംഗീത സംബന്ധമായിട്ട് തിരുവചനത്തിലുള്ള കാര്യങ്ങളാണ്. എല്ലാം അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സംഗീതത്തിന് ദൈവത്തിൻ്റെ ആരാധനയിൽ അതിമഹത്തായിട്ടൊരു സ്ഥാനമുണ്ട്. നമ്മൾ എത്ര വചനം വായിച്ചെന്ന് പറഞ്ഞാലും നാം നോക്കുമ്പോൾ സംഗീത മാധുര്യം അതിലെല്ലാം തുളുമ്പി നിൽക്കുന്നു അല്ലേ? 5 പുസ്തകങ്ങൾ തന്നെ കാവ്യപുസ്തകങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കാവ്യം അപ്പോൾ പാടുന്നതാണ്. സങ്കീർത്തനം മുഴുവൻ പാട്ടുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കുറച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെയല്ല, നിങ്ങളെല്ലാം നല്ല പാട്ടുകാരാണെന്ന് എനിക്കന്ന് പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് മ്യൂസിക്കൽ റൗണ്ടാണ് നമ്മൾ പുതുതായിട്ട് വന്നിരിക്കുന്ന റൗണ്ട്. സാറിന് 5ാം റൗണ്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ പ്രാവശ്യം അത് വരുന്നത് മ്യൂസിക്കൽ റൗണ്ടായിട്ടാണ്. ബീന ജോസഫ്, മനസ്സിലായല്ലോ. ദിസ് ഇൻ എ നട്ട്ഷെൽ അബൌട്ട് അവർ സ്ട്രക്ചർ ഓഫ് ദ റൗണ്ട്സ്. നമ്മുടേതായിട്ടുള്ള ഇന്നത്തെ റൗണ്ട്സിൻ്റെ ഘടനയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഒരു പുതിയ സ്റ്റേജ് തുടങ്ങുകയാണ്. അപ്പോൾ അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള 4 വേറെ സ്റ്റേജസ് ഉള്ള ആ സ്റ്റേജിലെല്ലാം ഈ സ്റ്റേജിലുള്ള മറ്റ് റൗണ്ട്സിനും അത് ബാധകമാണ്. ഒരു എപ്പിസോഡിന് മാത്രം അത് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ബീന പറയും. ഇല്ല, ഒന്നുമില്ല. ബിബിൻ? ഇല്ല. ഉറപ്പാണ്. സോ വിൽ ഗോ ദ സെയിം തിങ്. കാരണം മൊത്തം ഇനിയും 3 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പം മൊത്തം 4 എപ്പിസോഡ്സാണ്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെയുള്ള കാര്യം ഒരുപോലെ വേണമല്ലോ നമുക്ക് ഉണ്ടാകാനായിട്ട്. അപ്പോൾ അതിനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഘടനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെ തന്നെ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുക. നേരത്തെ പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ നമുക്ക് ഇത് ചാനലായതുകൊണ്ടും ടെലിവിഷനിലുള്ള സംപ്രേഷണമായിരിക്കുന്നതുകൊണ്ടും എപ്പോഴും ആളുകളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് ഗോ അഹെഡ്. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ തിരുവനന്തപുരം ചെറിയകുണ്ണി സ്വദേശിയാണ്. വിളപ്പിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ മെമ്പറാണ്. ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. റൈറ്റ്. യെസ് മിസ്റ്റർ ബിബിൻ. എൻ്റെ പേര് ബിബിൻ കെ മാത്യു. കോട്ടയമാണ് സ്വദേശം. ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫും ഒരു കുഞ്ഞുമുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ജിൻസി ജെവി. ഞാൻ പാറശാലയ്ക്കടുത്തുള്ള ആറയൂർ എന്ന സ്വദേശത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ PhD കംപ്ലീറ്റ് ആവാറായി നിൽക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡും മകളുമുണ്ട്. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടുത്തുക. അദ്ദേഹം എൻ്റെ പ്രിയ പത്നി തന്നെയാണ്, മിസ്സസ് രാജീവ് വർഗീസ്. നേരത്തെയുള്ള സ്റ്റേജിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുവേലക്കാരിയും ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജിയെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കർത്തനാമം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മിസ്സസ് ശോഭ ആണ്. ഇന്നലെയാണ് ശോഭ ഇവിടെ എത്തിയിരിക്കുന്നത്. ശോഭയുടെ ഹസ്ബൻഡ് മിസ്റ്റർ മോഹൻ, അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഈ ശുശ്രൂഷയുടെ വലിയ അഭ്യുതകാംക്ഷയും സഹായമായിരുന്നു. ഞാൻ ഒരു നിമിഷം അദ്ദേഹത്തിന് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ശോഭയോട് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നഷ്ടം എനിക്കൊരു വലിയ നഷ്ടം എൻ്റെ ജീവിതത്തിൽ. പിന്നെ അതിൻ്റെ അത്രയും ഒന്നും ശോഭയ്ക്കോ മക്കൾക്കോ മരുമക്കൾക്കോ ഒന്നും പെരുമാറാൻ സാധ്യമല്ല. അത്രമാത്രം ഇറ്റ്സ് എ ടവറിങ് ഫിഗർ. അദ്ദേഹത്തെ ഓർക്കാത്ത സന്ദർഭങ്ങൾ കുറവാണ്. ഞാൻ എൻ്റെ രാജ്യം എപ്പോഴും അത് ഓർക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം മറിച്ചായിരുന്നു. ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ 4 വർഷം അതെ. എങ്കിലും ശോഭ ഇന്നും ആ സ്നേഹത്തിൽ നിൽക്കുന്നു. ഇവിടെ ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷ ഭാഗമാകുവാൻ ആ മോഹൻ്റെ ഓർമ്മയുടെ മുമ്പിൽ
വന്നതിനായിട്ട് ഞാൻ കർത്തൃനാമത്തിൽ ശോഭയെ സ്വാഗതം ചെയ്യുന്നു. റൈറ്റ്. അടുത്തതായിട്ട് പ്രേക്ഷകരായ നിങ്ങളാണ്. ഈ എളിയ ശുശ്രൂഷയുടെ 6ാം സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അനേകർക്ക് കർത്താവിനെ അനുഭവമാക്കുന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും ദൈവവചനം പഠിക്കുവാനും മറ്റതിനെ പഠിപ്പിക്കുവാനും തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 6ാം സ്റ്റേജ് ആരംഭിക്കുകയാണ്. Right, the first question goes to Bina Joseph. ഇസബേൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ദൈവഭക്തനായ അവളുടെ ഗൃഹവിചാരകൻ അനേക പ്രവാചകന്മാരെ രക്ഷിച്ചു. ആ ഗൃഹവിചാരകൻ ആര്, എത്ര പ്രവാചകന്മാരെ എങ്ങനെ രക്ഷിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഓബദ്യാവ് 100 പ്രവാചകന്മാരെ ശരിയായ എത്രയാണ്? അപ്പവും വെള്ളവും കൊടുത്തു രക്ഷിച്ചു. അപ്പവും വെള്ളവും കൊടുത്തു. ഒരു ചെറിയ കാര്യം കൂടെ, എങ്ങനെ രക്ഷിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പവും വെള്ളം ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ പറ്റും. ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ചു. ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ചല്ല, ഗുഹയിൽ എന്ത് ചെയ്തു? ഒളിപ്പിച്ച്. എത്ര പേര്? 100 പേർ. 100 പേര്. ഓബദ്യാവ് 100 പേര്. അവിടെ തെറ്റിപ്പോയി. ഒന്നുകൂടെ ആലോചിച്ച് എങ്ങനെയാണ് രക്ഷിച്ചത്? 100 പ്രവാചകന്മാർ. സമ്മതിക്കുന്നു. ഓൾറൈറ്റ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു. ബിബിൻ അതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ആ പറഞ്ഞ മറുപടി, ഇത്രയും മറുപടി പറഞ്ഞു. വല്ലതും പറഞ്ഞൊന്നും ഏറ്റു പറയണ്ട. എന്തെങ്കിലും പുതുമയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, നോ, ഇമ്മീഡിയറ്റ്ലി. യെസ് മിസ്സസ് ജിൻസി. നോ. 50 പ്രവാചകന്മാരെ വീതമാണ് ഉപയോഗിച്ച് രക്ഷിച്ചത്. ശരിയാണോ? സംശയമുണ്ടോ? ചെറിയ സംശയം. റൈറ്റ്. സംശയം നീക്കുവാനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. റൈറ്റ്. വിൽ യു പ്ലീസ് റീഡ് അലൗഡ് 1 Kings chapter 18 verse 4. 1 രാജാക്കന്മാർ 18:4. മിസ്സസ് ബീന ജോസഫിൻ്റെ സംശയം തീർത്തിട്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. റൈറ്റ്. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്തു. ബസ്, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ എത്ര പേരെ വെച്ചാൽ ഒളിപ്പിച്ച്? 50 പേരെ വീതം. 50 പേരെ വീതം. അത് താങ്കൾ പറഞ്ഞില്ല. 100 പേരാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾ വരുമ്പോൾ മാർക്ക് വീണ്ടും കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഞാൻ മാർക്ക് കുറയ്ക്കുന്നില്ല, പക്ഷെ പറയാതിരുന്നതിന് മാർക്ക് കുറയ്ക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം മർമ്മപ്രധാന ഒരു കാര്യമാണ്. ഈ 100 പ്രവാചകന്മാരെ ഒരു ഗുഹയിൽ തള്ളിക്കയറ്റിയാൽ ആര് പിടിക്കും? ജസബേൽ പിടിക്കും. അപ്പോൾ അങ്ങനെ 100 പേരെ അടിച്ചു കയറ്റാനുള്ള ഗുഹകൾ അവിടെ ഇല്ല. അതുകൊണ്ടാണ് 50 പേരെ വീതം. ആണോ? അല്ലേ? റൈറ്റ്. ദ ആൻസർ ഈസ് വെരി റൈറ്റ്. സോ ഗിവ് എ 4 marks നോ. ഞാൻ പീനലൈസ് ചെയ്യുന്നില്ല, മനസ്സിലായില്ല. കാരണം 3-2 മാർക്ക് പോകേണ്ടതാണ്. 3 ചോദ്യങ്ങളായിരുന്നു. സോ എനിവേ 1 mark. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതൊരു പാഠമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ബിബിൻ കെ മാത്യു. റൈറ്റ്. ദാവീദിൻ്റെ ആദ്യന്തമുള്ള വൃത്താന്തങ്ങൾ എത്ര പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതായി തിരുവചനം രേഖപ്പെടുത്തുന്നു? യെസ് മിസ്സസ് ജിൻസി ജേവി. പാസ്. യെസ് മിസ്സസ് ബീന. പാസ്. ദാറ്റ്സ് ഫൈൻ. സോ ദാറ്റ്സ് എ ബോംബ്. 3 പുസ്തകങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം, നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തങ്ങൾ, ഗാദിൻ്റെ വൃത്താന്ത പുസ്തകം. സംശയമുണ്ടോ? ഇവർക്കൊരു സംശയത്തിൻ്റെ ഛായ നെല്ലിക്കുന്നു. 1 ദിനവൃത്താന്തം 29:29. എപ്പോഴും ഓർത്തിരിക്കാം ബിബിൻ. 1 ദിനവൃത്താന്തം 29:29. ഓൾറൈറ്റ്. റൈറ്റ്. ദാവീദ് രാജാവിന്റെ ആദ്യന്തമുള്ള വൃത്താന്തങ്ങൾ ദർശകനായ ശമൂവേലിന്റെ വൃത്താന്ത പുസ്തകത്തിലും നാഥാൻ പ്രവാചകന്റെ വൃത്താന്ത പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്ത പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. യെസ്, ദാറ്റ്സ് ദി ആൻസർ. സോ 3 books. റൈറ്റ്. നൗ ദ തേർഡ് വൺ. അല്ലെ, അവരെന്നെ തെറ്റിദ്ധരിക്കും. അപ്പം നിങ്ങൾ അവരുമായിട്ട് ചേർന്നിട്ട് എന്നെ ഒന്ന് തെറ്റിക്കാനായിട്ടൊരു പരിശ്രമം നടന്നു. പക്ഷേ എൻ്റെ വൈഫിനെ അതിനെ ഇവിടെ ഇരുത്തിയത്. റൈറ്റ്.
മനസ്സിലായോ? റൈറ്റ് ജിൻസി, ശരി, ആസ്ക്. ഓക്കെ, റൈറ്റ്. ഇതൊരു വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് കേട്ടോ. ഞാനിപ്പം ചോദിച്ചത് അടുത്തതും അങ്ങനെ തന്നെ. നമ്മൾ ഈ എബ്രായ പേരുകൾ കേൾക്കുമ്പോൾ ജിൻസിയോടാണ്, പക്ഷേ എല്ലാവരോടും ഉള്ള ഭാഷ, അതിൻ്റെ അവസാനം ഇയ 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 എന്നുള്ള പാചകമുണ്ട്. എസക്കിയ, ഒബേദ്യ, പിന്നെ സെഫന്യ. അത് മലയാളത്തിൽ ആവാവുന്നതാണ് വരുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ ഹീബ്രുവിലും IAH എന്നാണ് അവസാനിക്കുന്നത്. പേരുകൾ, എബ്രായ പേരുകളുടെ അവസാനത്തിൽ എസക്കിയ IAH, സെഫന്യ IAH. അതുപോലെ തന്നെ ആ IAH ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തിനാണ് ഈ വാല് വെച്ചേക്കുന്നത്? റൈറ്റ്. അപ്പോൾ ജിൻസിയോടാണ് എൻ്റെ ചോദ്യം, എന്തിനാണ് ഈ IAH, ഈ എബ്രായ പേരുകൾ? അതിനൊരു കാരണം കാണും. എന്താണ് അതിൻ്റെ കാരണം? അറിയില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. യെസ്, കം ഓൺ ടു മിസ്സസ് ബീന ജോസഫ്. യാഹ് എന്ന പദം ചേർത്തുകൊണ്ടിരുന്നതാണ്. യാഹ് എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തെ സൂചിപ്പിക്കുന്നത്. സ്തുതിക്കാനൊന്നുമല്ല, സൂചിപ്പിക്കുന്ന പദം. സൂചിപ്പിക്കുന്നതാണ്. കറക്റ്റ്, എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. യാഹ്, അതാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണേ, ഈ നമ്മുടെ ഒരുപാട് പദങ്ങളിൽ IAH കാണും. ഇത് നിങ്ങളൊരു സാധാരണ ക്വിസ് കോമ്പറ്റീഷൻ കിട്ടുന്ന ചോദ്യമല്ല, ആണോ? അല്ല, ആദ്യമായിട്ട് അത് ശ്രദ്ധിക്കുന്നത് തന്നെ അല്ലേ. IAH ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ ക്ലിയർ ആകും. IAH, യാഹ്. അപ്പോൾ അതുകൊണ്ട് യാഹിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് ചേർന്നത്. ഓൾറൈറ്റ്, ജിൻസി എസ്കേപ്ഡ് മൈനസ് മാർക്ക് and Beena Joseph gets 4 marks. Right. That brings us to the close of the Old Testament round. Will you please give me the mark list? Mrs. Beena Joseph 8 marks. Mrs. Beena Joseph gets 8 marks. Mr. Bibin K. Matthew nil. Nil. And Mrs. Jinsey also nil. Nil. Right, that's very good. All right. Next question is to Jinsey. Jinsey വിഷമിക്കേണ്ട കാര്യമില്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കി ഇവിടെ ഇരിക്കുന്നു. ഡോണ്ട് ബി വറീഡ്. ഓൾസോ ബിബിൻ. ഓക്കെ, റൈറ്റ്, വി ആർ വിത്ത് യു. സോ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. ജിൻസി, എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ആണോ? അപ്പോൾ ഇത് പ്രായോഗികമാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ആണോ? എന്തോന്ന്? അതിഥി സൽക്കാരം മറക്കരുതെന്ന് ആര് ഏത് പുസ്തകത്തിൽ ഉത്ബോധിപ്പിക്കുന്നു? പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. പകുതി ശരിയാണ്. 3 യോഹന്നാൻ. പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു, ഉത്തരം ശരിയാണ്. പകുതി ഇല്ലെങ്കിൽ പാസ് ചെയ്യാം. പാസ്. അപ്പോൾ ആദ്യത്തെ മറുപടിക്ക് 2 മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ജിൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിബിൻ കെ മാത്യു ആണ്. പൗലോസ് അത് പറഞ്ഞു കഴിഞ്ഞു. എബ്രായ ലേഖനത്തിൽ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. പക്ഷെ പ്രയാസമുള്ള കാര്യമല്ലേ, ഈ പഞ്ചസാരയ്ക്കും കാപ്പിപ്പൊടിക്കും എല്ലാം മൂക്കൂട്ടം വിലയായിരിക്കുമ്പോൾ അതിഥി സൽക്കാരം മറക്കരുത്. നിങ്ങൾ മറക്കൂ? സ്ത്രീകൾ പ്രത്യേകിച്ച് ഫാമിലി അല്ലേ, മറക്കരുത്. റൈറ്റ്. സോ ബിബിൻ കെ മാത്യു ഗെറ്റ്സ് 2 marks. So the second question is for ബിബിൻ കെ മാത്യു. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ ആകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് ഏത് സഭയെക്കുറിച്ചാണ് പറയുന്നത്? ലവോദിക്ക സഭ. ഉത്തരം വളരെ ശരിയാണ്. 5 marks for ബിബിൻ കെ മാത്യു. And the third question, ബീന ജോസഫ്. ചുങ്കക്കാരനായ ലേവിയുടെ പിതാവിൻ്റെ പേരെന്ത്? പുതിയ നിയമത്തിൽ ലേവിക്കുള്ള പ്രാധാന്യം എന്ത്? അൽഫായുടെ മകൻ. ലേവിയുടെ പിതാവിൻ്റെ പേര് അൽഫായുടെ മകൻ എന്നാണോ? അൽഫയാണോ? അൽഫായി. തീരുമാനിക്കാം നമുക്ക് വേണമെങ്കിൽ. അൽഫായി. Alright, the answer is very right. Now, പിന്നെ ബാക്കിയുള്ളത് പുതിയ നിയമത്തിലൊരു സുവിശേഷം എഴുതിയിട്ടുണ്ട്. എത്രാമത്തെ സുവിശേഷമാണ്? മത്തായി സുവിശേഷം. മത്തായിയുടെ സുവിശേഷമാണ്. അത് ലേവിയുടെ സുവിശേഷമാണ്. ലേവിയുടെ മറ്റൊരു പേരാണ് മത്തായി. മറ്റൊരു പേര്. അത് എത്രാമത്തെ സുവിശേഷമാണ്? 1ാമത്തെ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 marks for ബീന ജോസഫ്. ഞാൻ ഈ പേടി മാറ്റാനാണ് വീണ്ടും തിരിച്ചു മറിഞ്ഞ് ചോദിക്കുന്നത്. റൈറ്റ്? ഓക്കെ ആണോ? ഓക്കെ ആയോ? Alright. So will you please, Shobha, will you please give me the mark list for the second round? That's a New Testament round. Beena Joseph gets 5 marks. Beena Joseph gets 5 marks. Bibin K. Matthew gets 7 marks. Bibin K. Matthew gets 7 marks. Jinsey gets 2 marks. Jinsey gets 2 marks. Very good.
So the next round is a Christian focus round. And it starts with Bibin K. Matthew, right? YWCA എന്നാൽ എന്ത്? അത് സ്ഥാപിച്ചത് ആരാണ്? വേൾഡ് വുമൺ കൗൺസിൽ. വേൾഡ് വുമൺ കൗൺസിൽ. ക്രിസ്ത്യൻ കൗൺസിൽ. ജിൻസി. യങ് വിമൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. Yes, the answer is right for the first part. ആരാണ് ആരംഭിച്ചത്? എം.ആർ. റോബർട്ട്. എം.ആർ. റോബർട്ട്സ്, right. And R. the Kinnard. Very good. All right. -1 mark. യങ് വുമൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ എൻ്റെ പേര്. എം.ആർ. റോബർട്ട്സും മേരി കിന്നാഡും ആണത്. So Jinsi gets 4 marks for that. Right? And the second question goes to Jinsi itself. Right? 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മിഷണറി എന്ന് ലോകം അറിയുന്നത് ആരെയാണ്? ബില്ലി ഗ്രഹാം. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനാണ്. ചൈനയിലും പോയി സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയാണ് ബില്ലി ഗ്രഹാം. 5 marks for Jinsi JV. Right. And now the last question to Beena Joseph. വിശുദ്ധ ബൈബിളിൽ സ്വർണ്ണമാല അണിഞ്ഞ ആദ്യത്തെ പുരുഷനാണ്? യോസെഫ്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for Beena Joseph. So that brings us to the close of the Christian focus round. Will you please give me the marks? Beena Joseph gets 5 marks. Beena Joseph gets 5 marks. Mr. Bibin K. Matthew -1. Bibin K. Matthew has progressed to -1. And Mrs. Jinsi 9 marks. And Mrs. Jinsi 9 marks. ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത് കേട്ടോ. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓൾ ഡിപ്പെൻഡ്സ്. റാഹേലിൻ്റെ ആദ്യജാതൻ ആര്? ബീന ജോസഫ്. യോസെഫ്. ഉത്തരം ശരിയാണ്. 2 മാർക്ക് ബീനയ്ക്ക് ലഭിക്കുന്നു. റൈറ്റ്. എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് ഏത് സങ്കീർത്തനത്തിൽ ആര് പാടുന്നു? യെസ് ജിൻസി. ദാവീദ് പാടുന്നു. സങ്കീർത്തനം 139. വളരെ ശരിയാണ്. 2 marks for Jinsi JV. Ready? Right. Now the third question. ഗലീല കടലിനുണ്ടായിരുന്ന മറ്റു പേരുകൾ എന്ത്? യെസ് ബിബിൻ. തിബരിയോസ് കടല്, ഗന്നസരത്ത് തടാകം. എക്സാക്ട്ലി 2 marks. അതാ ഞാൻ പറഞ്ഞ പ്രസ് ചെയ്യാനുള്ള എല്ലാവർക്കും പ്രസ് ചെയ്യാനുള്ളൊരു ആവേശമല്ലേ? പറഞ്ഞോ. റൈറ്റ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താൻ വൃദ്ധനും യേശുക്രിസ്തുവിൻ്റെ തടവുകാരനുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആർക്കെഴുതുന്നു? നെക്സ്റ്റ്. യെസ് ജിൻസി. ഫിലമോൻ എഴുതുന്നു. -1 for ബിബിൻ, +1 for ജിൻസി. ബസർ ആദ്യമേ പ്രസ് ചെയ്ത് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ പ്രസ് ചെയ്യുന്നവർ ഉത്തരം ഉടനടി നൽകണം. പിന്നെ ആലോചനയ്ക്ക് സമയമില്ല. റൈറ്റ്? സോ ഡിഡ് യു നോട്ട് ദാറ്റ്? യാ. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെശയ്യാ പ്രവാചക ശുശ്രൂഷ നടത്തിയിരുന്നത് ഏതെല്ലാം രാജാക്കന്മാരുടെ കാലത്താണ്? യെസ് ജിൻസി. യോധാം. റൈറ്റ് ആൻസർ. ആഹാസ്. യഹോയാക്കീം. നോ. എന്തൊക്കെയാ പറഞ്ഞത്? യോധാം, ആഹാസ്. പിന്നെ പറഞ്ഞത് യഹോയാക്കീം. അപ്പം 2 കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ ഭാഗം ആകെ അതിന് 4 മറുപടികളാണ്. 2 എണ്ണം പറഞ്ഞു. ഓൾ റൈറ്റ്. റൈറ്റ്. യെസ് ബീന, ടെൽ മീ. ഉസിയാവ്, യോധാം, ആഹാസ്, ഹിസ്കിയാവ്. കറക്റ്റ്. അതാണ് 4 പേര്. ഊസിയാവ്, യോധാം, ആഹാസ്, ഹിസ്കിയാവ്. ഓൾ റൈറ്റ്. 2 പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 പേരാണ് താങ്കൾക്കുള്ളത്. ആയുള്ള 2 മാർക്ക്. അപ്പോൾ 1 മാർക്ക് ജിൻസിക്ക് തരികയാണ്. ഞാൻ -1 എടുക്കുന്നില്ല. 1 മാർക്ക് ബീനയ്ക്കും തരികയാണ്. ഓൾ റൈറ്റ്. ഇയാൾ ബെല്ലടിച്ചാൽ ചിലപ്പോൾ അരമാർക്ക് തന്നേരും. റൈറ്റ്. നോ പ്രോബ്ലം. So that brings us to the close of the Bible Bumper round. Mrs. Shobha, will you please give me the score?
Bina Joseph gets 3 marks. Bina Joseph gets 3 marks. Bibin K. Matthew gets 1 mark. Bibin K. Matthew gets 1 mark. And Jinsy JV gets 4 marks. Jinsy JV gets 4 marks. Well, that's it. Ready now for the musical round? ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ആരോട് പറയുന്നു? പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ. Yes, any other answer? പൗലോസ് കൊരിന്ത്യ സഭയോട് പറയും. Right. So, it's a 5-mark question. 2 marks for ബീന. പൗലോസ് എന്ന് പറഞ്ഞു, റോമർക്ക് എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. So, you get actually 2 marks and you get 2 marks. Bibin K. Matthew 2 marks. രണ്ടാമത്തെ റൗണ്ടാണ് കേട്ടോ. റൈറ്റ്. നെക്സ്റ്റ് ഈസ് ടു ബിബിൻ കെ മാത്യു. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൽ നിന്നും ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം ഏത്? സങ്കീർത്തനം 3. സങ്കീർത്തനം 3 ശരിയായ മറുപടിയാണ്. 3-ാം സങ്കീർത്തനമാണ്. സോ 5 marks ഫോർ ബിബിൻ കെ മാത്യു. റൈറ്റ്. അവസാനത്തെ ചോദ്യം ജിൻസിയോടാണ്. 1-ാം യെരുശലേം ദേവാലയത്തിൽ യഹോവയ്ക്ക് സംഗീതം ആലപിക്കുവാൻ സമർത്ഥരും പരിശീലനം ലഭിച്ചവരുമായ എത്ര പേരെയാണ് നിയോഗിച്ചിരുന്നത്? 288. അപ്പോൾ കറക്റ്റായിട്ടുള്ള മറുപടിയാണ്. സോ 288 is the right answer. And Jinsy, I asked you, right? About 5 marks for Jinsy. Yeah. So that brings us to the close of the Bible music round. Will you please announce the score for Bible music round? Bina Joseph gets 2 marks. Bina Joseph gets 2 marks. Bibin K. Matthew gets 7 marks. Bibin K. Matthew gets 7 marks. And Jinsy JV gets 5 marks. And Jinsy JV gets 5 marks. Now for the total score and winners. Yes, will you please announce the winners? Mrs. Bina Joseph gets the first prize with 23 marks. Bina Joseph gets the first prize with 23 marks. Second prize. And the second prize, Jinsy JV with 20 marks. Jinsy JV with 20 marks. And Mr. Bibin K. Matthew, 14 marks. Yes, the consolation prize. 14 marks. Huh? Right, okay, that's fine. ഇനി അടുത്തായിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മുടെ ഹോറേബ് സ്റ്റേജിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് കർത്താവിനെ സാക്ഷിക്കുവാനും ദൈവവചനം അനേകർക്ക് പകരുവാനും ഇത് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.